ശ്വേത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ റീസെൻ്റ്ലി കുറേ വീഡിയോസ് നാച്ചുറൽ റെമഡീസിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം കേട്ടോ, കാരണം ഒരുപാട് പ്രയോജനപ്പെടുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട്, പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നല്ലതുപോലെ ഡാർക്ക്നെസ് ഉണ്ടാവും ചിലരുടെ ചുണ്ടിൽ. അത് പല റീസൺസ് കൊണ്ടാണ്. കാരണം ചില ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കളർ നമ്മുടെ ചുണ്ടിൻ്റെ കളറിന് കുറച്ച് വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി ഉണ്ടാവുന്നതാണ്. ചിലർക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി കുറേ വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്നത് പോലെ തന്നെ ചുണ്ടുകൾക്കും കളറൊക്കെ കുറവായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഒരു അടിപൊളി റെമഡി, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ലിപ്സിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു 2-3 പ്രൊസീജിയറൊക്കെ ചെയ്യേണ്ടത്. എക്സ്ഫോളിയേഷൻ ചെയ്യും, പിന്നെ നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ ഒരു മസാജ് പോലെ നമ്മൾ എന്തെങ്കിലും ഒരു ക്രീം പോലെ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യും. സോ അങ്ങനെയൊന്നും ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ഇല്ല, ഒരു സിംഗിൾ സ്റ്റെപ്പാണ്. പക്ഷേ 3-in-1 ആണ് ഇത്. എക്സ്ഫോളിയേറ്ററായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു പാക്കായിട്ടും അതുപോലെ തന്നെ മസാജ് ഒരു ആഫ്റ്റർ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷനോ അല്ലെങ്കിൽ മസാജിൻ്റെയോ കാര്യമില്ല. കാരണം ഇത് റിച്ചായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പാക്ക് എന്ന് പറയാം കേട്ടോ, ഒരു ലിപ് പാക്ക് എന്ന് തന്നെ പറയാം. സോ അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. പക്ഷേ 2 ഇൻഗ്രീഡിയൻസും നമ്മളുടെ ലിപ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. സോ ആദ്യം ഞാനിതൊന്ന് ഉണ്ടാക്കി കാണിക്കാം, എന്നിട്ട് നമ്മളത് അപ്ലൈ ചെയ്യേണ്ട വിധവും എങ്ങനെയാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ലിപ് പാക്ക് ഉണ്ടാക്കാനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഭ്രമരയുടെ ബീട്രൂട്ട് പൗഡറാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ബീട്രൂട്ട് പൗഡർ. അത് എഡിബിളാണ്, നമ്മളിപ്പം കഴിക്കാൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ഷുഗർ ക്രിസ്റ്റൽസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഉണക്കിയെടുക്കല്ല അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മൾ ആ ഷുഗർ ക്രിസ്റ്റൽസ് റീറ്റെയിൻ ചെയ്ത് തന്നെ പൗഡർ ഫോമിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ചില പൗഡേഴ്സ് മാർക്കറ്റിൽ വരുന്നത് നമുക്ക് സ്കിൻ കെയറിന് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എഡിബിളായിട്ടുള്ളതാണ് ലിപ് പാക്കിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെടുത്ത നേരത്തെ ബീട്രൂട്ട് പൗഡർ എടുത്ത അതേ സ്പൂണിന് 1 സ്പൂൺ ഹണിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹണി എടുക്കുമ്പോൾ എപ്പോഴും ഓർഗാനിക് ഹണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനൊരു കൺസിസ്റ്റൻസി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു പാക്കായിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ കുറച്ചൊക്കെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദോഷമൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയണത് എഡിബിളായിട്ടുള്ള ബീട്രൂട്ട് പൗഡർ ലിപ് പാക്കിന് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതേ കണ്ടോ, ഈ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കിട്ടും. ഒരു കുറച്ച് തിക്കായിട്ട്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഈ ഒരു തിക്നെസ് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ബീട്രൂട്ടും ഹണിയുമാണ്. ഹണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു എക്സ്ട്രാ മോയ്സ്ചറൈസറിൻ്റെ ഒന്നും ആവശ്യം വരണില്ല. പിന്നെ ബീട്രൂട്ട് നമ്മൾ പണ്ട് മുതലേ സ്കിന്നിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഇപ്പോൾ ലിപ്സിൻ്റെ മാത്രമല്ല, നമ്മളിവൻ സ്കിന്നാണെങ്കിലും പിഗ്മെൻറ്റേഷൻ മാറാനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൂ. കണ്ടോ, ഇത്രയൊന്ന് നിങ്ങൾ എടുക്കുക, എന്നിട്ട് ലിപ്സിൽ ഇതുപോലെ ഒരു പാക്കായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മൾ എഡിബിൾ ആയിട്ടുള്ളത് എടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുമ്പോഴും നമ്മൾ കുറച്ചൊക്കെ കഴിച്ച് പോയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2 ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം വച്ച് ഇരിക്കാം കേട്ടോ. അപ്പോൾ ചുണ്ടിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആവില്ല. നമുക്ക് ഓൾറെഡി നമ്മളുടെ ആ ഒരു വെറ്റ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഡ്രൈ ആവില്ല. ഒരു 15 മിനിറ്റ് വരെ നിങ്ങൾക്കിത് വയ്ക്കാം. അപ്പം ഇത് ശരിക്കും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ പോകും കേട്ടോ ഉള്ളിലോട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള 2 കാര്യവും നമുക്ക് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ലാത്തതാണ്. പിന്നെ ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ലൈറ്റ് മസാജ്. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽ ചിലർക്കുണ്ടല്ലോ കട്ടിക്ക് സ്കിൻ ഉണ്ടാവും.
ഈ ഡെഡ് സെൽസ് ഉണ്ടാവും ചുണ്ടിൽ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഉണങ്ങി ഒരു 15 മിനിറ്റ്സിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് 2 ചുണ്ടിലും മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് നമുക്കിത് വൈപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിപ്പം ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഇതാണെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാം യൂസ് ചെയ്യാട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത് കിടക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. സോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ഇത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക, ഡെയിലി ചെയ്യാട്ടോ. ഡെയിലി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 7 days ഒക്കെ കഴിയുമ്പോൾ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫെയ്ഡ് ആവാനും അതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സാരിത.